ഹായ് എവ്രി വൺ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് മൊബൈൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളതും എങ്ങനെ മൊബൈൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താണ് മൊബൈൽ മാർക്കറ്റിംഗ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ഇപ്പം നിലവിലെല്ലാവരും സ്മാർട്ട് ഫോൺസും അല്ലെങ്കിൽ ടാബ്ലറ്റ്സും എല്ലാം ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് നമ്മുടെ പ്രൊഡക്ട്സോ അല്ലെങ്കിൽ സർവീസസോ നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഇത്തരത്തിൽ മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ ടാബ്ലറ്റ്സിലൂടെ ആ ഒരു കണ്ടന്റ് കാണുന്ന ആൾക്കാർക്ക് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിൽ അവർക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത രീതിയിൽ നമ്മൾ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസോ ക്യാമ്പയിൻസോ ഒക്കെ സെറ്റ് ചെയ്യുന്നതിനെ പറയുന്നതാണ് മൊബൈൽ മാർക്കറ്റിംഗ് എന്നുള്ളത്. മൊബൈൽ ഫോൺസിന്റെയും മൊബൈൽ ടെക്നോളജിയുടെയും കാലമാണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകളും അധികമായിട്ട് അവരുടെ ബിസിനസ്സുകൾ ഇത്തരത്തിലുള്ള ടാർഗറ്റ് ഓഡിയൻസിന് എത്തുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മൊബൈൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം നിങ്ങളൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മൊബൈൽ മാർക്കറ്റിംഗ് ചെയ്യാം എന്നുള്ളത് ഇനി നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ ഏതൊരു മാർക്കറ്റിംഗ് ആക്ടിവിറ്റിയുടെ മുകളിലുള്ള വീഡിയോ കണ്ട് നോക്കിക്കോളൂ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഡിയൻസിനെ മനസ്സിലാക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആരാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കൽ തന്നെയാണ് ഈ ഒരു മൊബൈൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ സെറ്റ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ നോക്കേണ്ട കാര്യം. നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഡെമോഗ്രാഫിക്സ്, അതായത് ആ ഒരു പോപ്പുലേഷന്റെ ഏജ് അല്ലെങ്കിൽ ജെൻഡർ, ഇൻകം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കാം. നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസിന്റെ ഇൻട്രസ്റ്റ് എന്താവണം, ബിഹേവിയർ പാറ്റേൺ എന്താണെന്നുള്ളതും, പിന്നെ അവരുടെ ഉപയോഗിക്കുന്ന മൊബൈൽ പ്ലാറ്റ്ഫോമുകൾ, അതായത് യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്ലാറ്റ്ഫോം നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ ഏതാന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് വെക്കുക. നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഒക്കെ ഏത് തരത്തിലുള്ള ഏത് ടാർഗറ്റഡ് ഗ്രൂപ്പിനെയാണ് എത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും അത് മൊബൈൽ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ മൊബൈൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് നിങ്ങൾ ആ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ചിട്ട് ഒരു യൂസർ അത് നോക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും സുഗമമായ രീതിയിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ പോലെ തന്നെ മറ്റ് നിരവധി ബ്രാൻഡ്സും പ്രൊഡക്ട്സും സർവീസസും ഒക്കെ വിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് ഉപയോഗിക്കാനും എന്തെങ്കിലും അവർക്ക് പെർട്ടിക്കുലറി ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് തിരയുന്നവർക്ക് അത് എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് മറ്റൊരു വെബ്സൈറ്റിൽ നിന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് അവിടെ അവർ ബാക്ക് അടിച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് മറ്റ് ബ്രാൻഡ്സിൻ്റെ പ്രൊഡക്ട്സ് പോയിട്ട് പർച്ചേസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് നമ്മൾ മൊബൈൽ ഒപ്റ്റിമൈസും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് അല്ലാത്തൊരു വെബ്സൈറ്റ് വ്യൂ ചെയ്യുമ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്നുള്ളത് ഉപയോഗിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഡക്ട്സും സർവീസസും നിങ്ങൾക്ക് കസ്റ്റമേഴ്സ് വാങ്ങണം അല്ലെങ്കിൽ അതിനകത്ത് ഇൻട്രസ്റ്റഡ് ആവണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ വെബ്സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി ആക്കണം. അടുത്തതാണ് SMS മാർക്കറ്റിംഗ്. SMS എന്ന് പറയുന്നത് ഷോർട്ട് മെസ്സേജ് സർവീസിൻ്റെ ഷോർട്ട് ഫോം ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു പോപ്പുലർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് പണ്ടുകാലം മുതലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രൊമോഷണൽ മെസ്സേജസോ ഓഫറുകൾ, ഡിസ്കൗണ്ട്, എന്തെങ്കിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഫോണിലേക്ക് അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് SMS ഉപയോഗിക്കാം. പക്ഷേ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതായത് TRAI ഗൈഡ് ലൈൻസ് ഉണ്ട്. അതുകൊണ്ട് അതിനപ്പുറത്തേക്കുള്ള മാർക്കറ്റിംഗ് ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ആളുകളെ സ്കാം ചെയ്യുന്ന രീതിയിലൊന്നും നിങ്ങൾക്ക് വല്ലാതെ ഈ ഒരു SMS മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തതാണ് മൊബൈൽ ആപ്സ്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മൊബൈൽ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാം. മൊബൈൽ ആപ്പിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനും പിന്നെ നമുക്ക് നമ്മുടെ ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഫോണിലേക്ക് അയക്കാനും നമ്മുടെ പ്രൊഡക്ട്സിനും സർവീസസിനും ഒക്കെ കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് കസ്റ്റമേഴ്സിന് കൊടുക്കാനും അവരുടെ എൻഗേജ്മെൻറ്റ് കൂട്ടാനുമായിട്ടും നമുക്ക് ഒരു നല്ലൊരു ലോയൽ കസ്റ്റമർ ബേസ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് മൊബൈൽ ആപ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊണ്ട് സാധിക്കും. പക്ഷെ മൊബൈൽ ആപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ട് എന്തായാലും അത്യാവശ്യം ഒരു എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടി വരും. അതിൻ്റെ മെയിൻ്റനൻസും അതുപോലെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിന് ആപ്റ്റ് ആണെങ്കിൽ മാത്രം ഓപ്റ്റ് ചെയ്യുക. അടുത്തതാണ് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താനായിട്ട്. ഇപ്പം ഈ ഒരു പെർട്ടിക്കുലർ റീജിയൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബാംഗ്ലൂരാണ് നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ ഒരു ടാർഗറ്റഡ് ലൊക്കേഷൻ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്ത് മാത്രം നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് ജിയോ
ടാർഗറ്റഡ് ആഡ്സ് അല്ലെങ്കിൽ ഓഫേഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം, പ്രൊമോഷൻസ് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഹൈലി എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഒരു ബ്രാൻഡ് അവയർനെസ് കൊടുക്കാനും നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഇവൻ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. നിങ്ങൾക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, വാട്സപ്പ്, യൂട്യൂബ് ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് ഉണ്ടാക്കുക, അതുപോലെ നല്ല എൻഗേജിങ് ആയിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കുക. കസ്റ്റമേഴ്സിന് എൻഗേജിങ് ആയിട്ടുള്ള രീതിയിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടാർഗറ്റഡ് ആയിട്ടുള്ള ആഡ്സ് റൺ ചെയ്യാം. അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ യൂസേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ ഒരു ബ്രാൻഡ് അവയർനെസ് ഉണ്ടാക്കാനും അത് പിന്നെ കൺവേർഷൻസ് ആയിട്ട് മാറ്റാനും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് മൊബൈൽ അഡ്വർടൈസിങ്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ അഡ്വർടൈസിങ് ചാനൽസ് ഉണ്ടല്ലോ, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ്, യൂട്യൂബ് ആഡ്സ്, ഇൻ ആപ്പ് അഡ്വർടൈസിങ്, അതായത് ആപ്പിനകത്തേക്ക് ആഡുകൾ വരില്ല. ഇപ്പം നമുക്ക് OLX നോക്കുകയാണെന്നുണ്ടെങ്കിൽ OLXലൊക്കെ നമുക്ക് കാണാൻ മറ്റ് ബ്രാൻഡ്സിൻ്റെ ഒക്കെ ആഡുകൾ വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഇൻ ആപ്പ് അഡ്വർടൈസിങ്ങും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ്സിന് നമുക്ക് കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്തെടുക്കാം മൊബൈൽ മാർക്കറ്റിംഗ് വഴി. അപ്പോൾ ഇങ്ങനത്തെ ആഡ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഡെഫിനറ്റ്ലി ഡെമോഗ്രാഫിക്സും അതുപോലെ യൂസേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, ബിഹേവിയർ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടാണ് ആഡ്സ് റൺ ചെയ്യേണ്ടത്. അടുത്തതാണ് മൊബൈൽ പേയ്മെൻറ്റ്സ്. അതായത് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ മൊബൈൽ വഴിയുള്ള പേയ്മെൻറ്റുകൾ കുറച്ചും കൂടി സീംലെസ് ആക്കി കൊടുക്കണം. അതിനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ UPI അക്സെപ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ എന്താ പറയുക, ചായക്കടയിൽ വരെ UPI അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗൂഗിൾ പേ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, Paytm ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് കുറച്ചും കൂടി സുഗമമായിട്ട് രീതിയിൽ ഒരു സെയിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് പോസിബിൾ ആക്കലാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് പാർട്ടിക്കും ഗുണമാണ്. അപ്പം ആ ഒരു കാര്യം മൊബൈൽ പേയ്മെൻറ്റ്സ് കുറച്ചുകൂടി സീരിയസ് ആക്കി എടുക്കുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇൻസ്റ്റഗ്രാം വഴി ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരാളാണ്. അപ്പം നിങ്ങൾക്ക് ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് കസ്റ്റമേഴ്സിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണ്. കാരണം ബാങ്ക് ട്രാൻസ്ഫറിൽ നമ്മൾ വന്നിട്ട് അക്കൗണ്ട് നമ്പർ അടിക്കുന്നു, IFSC കോഡ് നൽകുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് GPay ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ UPI ID കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പേയ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ ചെയ്തിട്ട് അത്രയും എന്താ പറയുക, നമ്മുടെ പ്രൊഡക്ട്സ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ ഒരു റിസ്ക് എടുക്കുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കസ്റ്റമേഴ്സിന് അവർ ഓപ്റ്റ് ചെയ്യുന്ന സേഫ് ആയിട്ടുള്ള, സെക്യൂർ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീംലെസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ ചെയ്തു കൊടുക്കൽ നിർബന്ധമാണ്. ഇതും നമ്മുടെ സെയിൽസ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ഒപ്റ്റിമൈസ് ഫോർ വോയിസ് സെർച്ച് എന്നുള്ളത്. നിങ്ങളുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ക്യാമ്പയിൻസിലൊക്കെ കണ്ടന്റ് നിങ്ങൾ വോയിസ് സെർച്ച് ക്വറീസിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതാണ് ഈ ഒരു രീതി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ നമുക്ക് സെർച്ച് ബാറിൽ കാണാം ഒരു മൈക്ക് ഓപ്ഷൻ കാണാം. ആ മൈക്കിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് സെർച്ച് എനേബിൾ ആവും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്യാതെ ജസ്റ്റ് വോയിസിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ചായി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള വോയിസ് സെർച്ചിനും കൂടി നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആണെന്നാണ് പറയുന്നത്. എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെയും ലാസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് പോലെ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യലും അനലൈസ് ചെയ്യലുമാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു മൊബൈൽ മാർക്കറ്റിംഗ് എഫേർട്ടുകൾ വർക്കാവുന്നത് എന്നുള്ളത് ടൈം ടു ടൈം നിങ്ങൾ നോക്കുക. നിങ്ങളുടെ CTR, അതായത് ക്ലിക്ക് ത്രൂ റേറ്റ് ഉണ്ടല്ലോ, അതുപോലെ കൺവേർഷൻസ്, സെയിലായിട്ട് എത്ര കൺവേർട്ട് ചെയ്യുന്നു, എത്ര ആളുകൾ അത് നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് ആക്സസ് ചെയ്യുന്നു, അതിനകത്ത് എത്ര എൻഗേജ്മെൻറ്റ്സ് ഉണ്ടായി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതും, പിന്നെ നിങ്ങൾ ആപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആപ്പ് എത്ര പേര് ഡൗൺലോഡ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ഇൻസൈറ്റ് കിട്ടും, നിങ്ങളുടെ ക്യാമ്പയിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇനി ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ ക്യാമ്പയിൻ കുറച്ചുകൂടി ബെറ്റർ ആക്കി നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഈ ഒരു പ്രോസസ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഒരു ഫൈനൽ അനലൈസിങ് സ്റ്റെപ്പിൽ നിന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് മൊബൈൽ മാർക്കറ്റിങ്ങിനെ പറ്റി പറയാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.